ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഇത്രയും അധികമില്ല, പക്ഷെ ഇത്രയും പൈസയ്ക്ക് ഒരു എൻ്റെ സംസാരം കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി വായിൽ ചോക്ലേറ്റ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കണേ. എല്ലിവിറ്റ്. അപ്പോൾ ഞാൻ ഷോപ്പിൽ പോയിട്ടായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ. അപ്പോൾ അവളുടെ നൈക്കിൽ കയറിയപ്പോൾ എനിക്ക് വാങ്ങാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അവളുടെ കൂടെ ജസ്റ്റ് ഒരു ഡേ ഔട്ടിന് മാത്രമേ പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പോയപ്പോൾ നൈക്കിൽ കയറിയപ്പോൾ എനിക്കങ്ങനെ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. കയ്യിലുള്ള പൈസ കൂടെ എടുത്ത് ഞാൻ നൈക്ക കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അധികമൊന്നുമില്ല, കുറച്ച് എനിക്ക് ഇപ്പോൾ ഓഫീസിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് സാധനങ്ങൾ എനിക്ക് വേണം. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് കിട്ടിയൊരു പെട്ടിയാണ്. സന്തോഷം. നമ്മൾ കാശ് എടുത്ത് പിടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം. പിന്നുള്ളത് ഞാൻ മെയ്ബിളിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് മേടിച്ചു. ഷെയ്ഡിൻ്റെ പേര് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് മെയ്ബിളിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. സാധാരണ യൂസ് ചെയ്യുന്നത് മൈഗ്ലൈമാണ്. ഇതിട്ട് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഷെയ്ഡ് മാച്ച് തോന്നിയപ്പോൾ ഇത് മേടിച്ചു. എനിക്കിതിൻ്റെ വില കേട്ടപ്പോൾ കണ്ണ് തള്ളി. കാരണം ഇത്ര റേറ്റിനൊന്നും മേടിക്കാറില്ല. ഇത് 699 ലിപ്സ്റ്റിക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വിലയുള്ള ലിപ്സ്റ്റിക്ക് മേടിക്കാൻ. എനിക്ക് നല്ല റിഗ്രറ്റ് ഉണ്ടായിരുന്നു. കയ്യിലുള്ള പൈസ മുഴുവൻ എടുത്തിട്ടാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ മേടിച്ചു കൂട്ടി. ഇനി എൻ്റെ കയ്യിൽ പൈസ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇത് മേടിച്ചു. പിന്നെ ഞാൻ മേടിച്ചത് ഒരു ഫൗണ്ടേഷൻ. എൻ്റെ കയ്യിൽ ഞാൻ ഉപയോഗിക്കുന്ന ഫൗണ്ടേഷൻ ഒന്നും എൻ്റെ ഷെയ്ഡില്ല. കിട്ടിയൊരു ഫൗണ്ടേഷൻ മേടിക്കുക ഇടാതെയായിരുന്നു എൻ്റെ പരിപാടി. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഷെയ്ഡിന് പറ്റിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ മേടിച്ചിട്ടുണ്ട്. ഇതിനും 649 ഉണ്ട്. അങ്ങനെ പിന്നെ ഞാൻ നൈക്കിന്ന് മേടിച്ചത് കൊളോസലിൻ്റെ ഒരു മസ്കാര മേടിച്ചു. എൻ്റെ കയ്യിലുള്ള മസ്കാര വാട്ടർ പ്രൂഫ് അല്ല, പിന്നെ അത് കഴിയുകയും ചെയ്തു. സോ ഞാൻ കൊളോസലിൻ്റെ ഒരു മസ്കാര വാട്ടർ പ്രൂഫ് മേടിച്ചു. അതുപോലെ മെയ്ബിളിൻ്റെ ഒരു ഐലൈനറും മേടിച്ചു. അതും എൻ്റെ ഐലൈനർ കഴിഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനെ എല്ലാ ഐലൈനറും എഴുതാൻ പറ്റില്ല, എൻ്റെ കൈ ഇങ്ങനെ സെറ്റായില്ല. അപ്പോൾ അങ്ങനെ മേടിച്ചിട്ടുള്ള ഐലൈനറും മേടിച്ചു. ഇതാണ് ഞാൻ നൈക്കിന്ന് മേടിച്ച സാധനം. ഇതെല്ലാം കൂടെ 2146 അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. ഞാൻ ആ ബില്ല് കേട്ടപ്പോൾ ഓ മൈ ഗോഡ് എന്നാലോചിച്ചു. ബട്ട് കുഴപ്പമില്ല, എന്തായാലും നമ്മൾ എപ്പോഴൊന്നും ഇല്ലല്ലോ, വല്ലപ്പോഴൊക്കെ അല്ലേ. പിന്നെ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ ഈ ബ്രേസ്ലെറ്റ് ഊരി വയ്ക്കും. എൻ്റെ കൈമൊന്നും ഉണ്ടാവില്ല ഇടാൻ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിലൊരു എന്താ പറയുക ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, ബാംഗിൾ ബ്രേസ്ലെറ്റ്, അതൊരെണ്ണം മേടിച്ചു. എനിക്ക് ഇട്ട് നോക്കിയപ്പോൾ നല്ല സെറ്റായിട്ട് തോന്നി. അപ്പോൾ അതും മേടിച്ചു. ഇത്രയാണ് ഞാൻ മേടിച്ചത്. ഇതെല്ലാം കൂടെ അത്യാവശ്യം 3000-ൻ്റെ അടുത്തേക്ക് പൊട്ടിയിട്ടുണ്ട്. സമാധാനമായി. കയ്യിലുള്ള പൈസ മുഴുവൻ കൊണ്ട് വിഷു കഴിഞ്ഞിട്ട് കിട്ടിയ പൈസക്ക് എന്താ പറയുക സേവ് ചെയ്ത് വെച്ചത് കൊണ്ട് അങ്ങനെ കൊണ്ട് കളഞ്ഞപ്പോൾ എന്തോന്നില്ലാത്തൊരു സമാധാനം. അപ്പോൾ ഇത്രയ്ക്കുള്ള ഞാൻ മേടിച്ചപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്കും കൂടെ കാണിച്ചു തന്നെന്ന് തോന്നി. ജസ്റ്റ് ഒരു രസം. ദാറ്റ്സ് ഓൾ. അപ്പോൾ ടാറ്റാ.